ഇന്ന് അർദ്ധരാത്രി മുതൽ കെഎസ്ആർടിസിയിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഈ മാസം 21-ന് നടപ്പിലാക്കും. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ ഈ മാസം അവസാനം തുടങ്ങുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായും തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിയിച്ചു. ട്രേഡ് യൂണിയൻ സമിതി കൊടുത്തിട്ടുള്ള മുഴുവൻ ഡിമാൻഡുകളും തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കും എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ അതുകൊണ്ട് പണിമുടക്കിൽ നിന്ന് ഇത്രയും അനുഭാവപൂർവമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന അഭ്യർത്ഥനയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി അതിനുശേഷം യോഗം ചേരുകയും ഈ സാഹചര്യത്തിൽ ഇത്രയും അനുകൂലമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ തൽക്കാലം ഈ പണിമുടക്ക് മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളവരെ അറിയിക്കുകയാണ്. ഗതാഗത മന്ത്രിയുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് സമരമെന്ന നിലപാടിൽ നിന്ന് സംയുക്ത സമരസമിതി അല്ലെങ്കിൽ സംയുക്ത യൂണിയൻ പിന്മാറിയത്. RB സനൂപാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. സനൂപ്, യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സമവായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് CMD ടോമിൻ ജെ തച്ചങ്കരിയുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ സമവായം ഉണ്ടായില്ല. കാരണം പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ CMDക്ക് സാധിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്നത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അതിനോടൊപ്പം ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പിലാക്കുക, ഒപ്പം പുറത്താക്കിയ എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് സംയുക്ത സമരസമിതി ഉന്നയിച്ചത്. ഇതിൽ ഡ്യൂട്ടി പാറ്റേൺ സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടില്ല എന്നാണ് ടോമിൻ ജെ തച്ചങ്കരി ഈ സംയുക്ത സമരസമിതി അറിയിച്ചത്. തുടർന്നാണ് ഇവർ ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന സമരമായിട്ട് മുന്നോട്ട് പോകാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. ഇതിനിടയിൽ പാലാ കേന്ദ്രീകരിച്ചിട്ടുള്ള സെൻറ്റർ ഫോർ സ്റ്റഡീസ് അവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. അതായത് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഹർജിയാണ് ഹൈക്കോടതി സമർപ്പിച്ചത്. ഈ സമയം രാവിലെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ഹൈക്കോടതി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ സമവായത്തിലൂടെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KSRTCയിലെ ജീവനക്കാർ തയ്യാറാകണം, സംയുക്ത സമരസമിതി തയ്യാറാകണമെന്നാണ് ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ അറിയിച്ചത്. എന്നാൽ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ സംയുക്ത സമരസമിതി. ഉച്ചയ്ക്ക് ശേഷവും ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും പണിമുടക്ക് നടത്താൻ പാടില്ല എന്ന തരത്തിലുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ അപ്പോഴും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു സംയുക്ത സമരസമിതി. ഒടുവിലായിട്ടാണ് ഗതാഗത മന്ത്രിയുമായിട്ട് അവസാന ഘട്ടമെന്നോണം ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് ഒരു സമവായ നീക്കവും ഉണ്ടായിരിക്കുന്നത്. ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്, ഡ്യൂട്ടി പാറ്റേൺ സംബന്ധിച്ച ഗതാഗതയുടെ റിപ്പോർട്ട് ഈ മാസം 21-ാം തീയതി തന്നെ നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി സംയുക്ത സമരസമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങളിലെ പ്രാരംഭഘട്ട ചർച്ച ഈ മാസം 30-ന് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എംപാനൽ ജീവനക്കാരെ പുറത്താക്കിയ കാര്യമാണ്. എംപാനൽ ജീവനക്കാരെ പുറത്താക്കിയത് ഹൈക്കോടതിയാണ്. എന്നാൽ സർക്കാരിന് ഇവരോട് അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം തന്നെയാണ് സർക്കാരിന് ഇവരോട് ഉള്ളതെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സമരസമിതി ഉന്നയിച്ച ബാക്കിയുള്ള വിഷയങ്ങളിൽ നാളെ രാവിലെ ലേബർ കമ്മീഷണർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകി.